പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും 7 വയസ്സായ മിഡിൽ ചൈൽഡ്ഹുഡ് ആ പ്രായത്തിലെത്തിയ കുട്ടികൾ നോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും നോ, എനിക്കറിയില്ല, എനിക്ക് കഴിയില്ല, എനിക്കാവില്ല, ഞാൻ പോകില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ പഠിക്കില്ല, ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും നോ. നേരത്തെ യെസ് എന്ന് പറഞ്ഞിരുന്ന കുട്ടി 7 വയസ്സാകുമ്പോഴേക്കും, ഇപ്പോൾ സ്കൂളിലൊക്കെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സൊക്കെ പോയി തുടങ്ങി, ആ പ്രായമാകുമ്പോഴേക്കും കുട്ടികൾ എന്ത് പറഞ്ഞാലും നോ പറയാണ്. പ്രത്യേകിച്ച് ഇവിടെ, അതായത് ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നൊരു പരാതിയാണ്, എൻ്റെ കുട്ടി സ്കൂളിൽ അധ്യാപകൻ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്, അവരോട് തട്ടുത്തരം പറയുന്നില്ല, പേർത്ത് സംസാരിക്കുന്നില്ല, നല്ല അനുസരണയുള്ള കുട്ടിയാണ്, അയൽവാസികളോട്, കുടുംബക്കാരോട്, അതുപോലെ കൂട്ടുകാരോട്, എല്ലാ ആളുകളോടും നല്ല നിലക്ക് പെരുമാറുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതനുസരിക്കുന്നില്ല, ദേഷ്യം പിടിക്കുക, തീരെ അനുസരണയില്ല എന്ന് ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? കുട്ടിയുടെ പ്രശ്നമാണോ, നമ്മുടെ പ്രശ്നമാണോ? ഇവിടെ പ്രധാനമായും ഉമ്മമാർ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു, കുട്ടികൾ 13 തൊട്ട് 18 വയസ്സ് വരെ അവരുടെ ടീനേജ് കൗമാരം തുടങ്ങിയാൽ അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചാനൽ പോയാൽ കാണാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം 7ാം ക്ലാസ് വരെ നല്ല രൂപത്തിൽ പഠിച്ചിരുന്ന, നല്ല രൂപത്തിൽ പെരുമാറിയ കുട്ടി 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്വഭാവം മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ടീനേജിലുള്ള മാറ്റമാണ് ആ കുട്ടിക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾക്ക് പെരുമാറാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആ മാറ്റങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മുടെ കുട്ടികളെ രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ 2 കോഡിലൂടെയാണ് സംസാരിക്കുന്നത്. ഒന്ന് GFC, മറ്റൊന്ന് BFC. ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ, ബാഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ. ഈ 2 രൂപത്തിലായിരിക്കും നമ്മൾ കുട്ടികളോട് സംസാരിക്കുക. യഥാർത്ഥത്തിൽ ഈ ഉമ്മമാർ, അതായത് എൻ്റെ കുട്ടി അനുസരിക്കുന്നില്ല, എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ കുഴപ്പമൊന്നുമില്ല, സ്കൂളിൽ പോയി അന്വേഷിച്ച അധ്യാപകർ പറയുന്നു അനുസരണക്കേടൊന്നുമില്ല, ഞാൻ പറഞ്ഞതുപോലെ അംഗീകരിക്കുന്നു, കുട്ടി അനുസരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്നുണ്ട്, വീട്ടിലെത്തിയാൽ പഠിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു ദിവസം ഈ BFC അതുപോലെ GFC, ഈ 2 കോഡിലൂടെയാണ് പൊതുവെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുക. ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ, ബാഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അനുസരിക്കാത്ത കുട്ടികളോട് അവരുടെ ഉമ്മമാർ 80% കൂടുതലും അവരോട് ഉമ്മമാർ അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന കോഡ് BFC ആയിരിക്കും, ബാഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ. കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുക, കുട്ടികളോട് ദേഷ്യം പിടിക്കുക, കുട്ടികളോട് കൽപ്പനകൾ കൊടുക്കുക, കുട്ടികളെ ഉപദേശിക്കുക നിരന്തരമായി. അതെടുക്ക്, ഇതെടുക്ക്, അവിടെ പോ, ഇവിടെ പോ, അത് പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. പിന്നെ ഇവരുടെ ദേഷ്യങ്ങൾ, ഇവരുടെ ക്ഷീണത്തിന്റെ ദേഷ്യങ്ങൾ ഒക്കെ തീർക്കാനുള്ള ഒരു യന്ത്രമായിട്ടാണ് കുട്ടികളെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ ഉപ്പയും ഉമ്മയും കുട്ടിക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കുട്ടി ചോദിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കുട്ടിയുടെ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതല്ല. കുട്ടികൾക്ക് ഇതല്ല ആവശ്യമുള്ളത്. കുട്ടികൾക്ക് നമുക്ക് അവരുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് സ്നേഹം, പ്രോത്സാഹനം, അംഗീകാരം. ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ നിന്ന് കിട്ടുന്നില്ല. അതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്ക് തിരിച്ച് നമുക്ക് അനുസരണ കിട്ടണം, നമ്മൾ പറയുന്നത് കേൾക്കണം, സ്നേഹം വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ വിതക്കുന്നത് അതേ നമുക്ക് കൊയ്യാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുടെ അമ്മമാർ ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ അനുസരിക്കാൻ വേണ്ടി 5 ലവ് ലാംഗ്വേജ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾ അനുസരിക്കാനും, കുട്ടികൾ നമ്മൾ പറഞ്ഞത് കേൾക്കാനും, കുട്ടികൾക്ക് നല്ല അനുസരണയും അച്ചടക്കവും സ്നേഹവും ഉണ്ടാകാൻ വേണ്ടി 5 പ്രൈമറി ലാംഗ്വേജുകൾ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ അപ്ലൈ ചെയ്യണം കുട്ടികളിൽ ഇന്ന് മുതൽ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ കൂട്ടുക. അതിൻ്റെ അളവ്, കുട്ടികളോട് അനുസരണം കേട് കാണിക്കുന്ന, പ്രത്യേകിച്ച് അനുസരണ കേട് കാണിക്കുന്ന കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യുക? BFC കുറക്കുക. ബാഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ, കൽപ്പനകൾ, ഉപദേശങ്ങൾ, പിന്നെ ദേഷ്യം പിടിക്കലുകൾ, വഴക്ക് പറയലുകൾ കുറക്കുക. ഒരു 20% കുറച്ച്, അത് ചിലപ്പോൾ അത്യാവശ്യത്തിന് ആവശ്യം വേണ്ടി വരും. മറ്റേ നമ്മൾ പറഞ്ഞ ഈ GFC,
ഗുഡ് ഫീലിംഗ് കമ്മ്യൂണിക്കേഷൻ, കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സ്നേഹവാക്കുകൾ പറയുക, പുഞ്ചിരിക്കുക, മുഖത്ത് തടവ്, ഇങ്ങനെ പല നല്ല കാര്യങ്ങൾ കുട്ടിക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും അത് 80%. കുട്ടി മറ്റത് കുറച്ച് ആ രൂപത്തിൽ നിങ്ങൾ കുട്ടിയോട് പെരുമാറുകയാണെങ്കിൽ ഏത് അനുസരിക്കാത്ത കുട്ടിയാണെങ്കിൽ അവൻ തീർച്ചയായും അവൻ മാറിയിരിക്കും. അതുകൊണ്ട് 5 ലാംഗ്വേജ്, 5 ലവ് ലാംഗ്വേജ്, സ്നേഹത്തിന്റെ 5 ഭാഷകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, കുട്ടികൾ അനുസരിക്കാനും കുട്ടികൾക്ക് അച്ചടക്കമുണ്ടാകാനും കുട്ടികൾക്ക് നമ്മളോട് നല്ല സ്നേഹമുണ്ടാകാനും ഏത് കുട്ടിയെയും മെരുക്കിയെടുക്കാൻ പറ്റിയ 5 സ്നേഹഭാഷകളിൽ ഒന്നാമത്തേതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. സ്നേഹ ഭാഷകൾ. കുട്ടിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ സ്നേഹത്തോടെ പ്രോത്സാഹനത്തോടുകൂടെ സംസാരിക്കുക. ഈ പ്രത്യേകിച്ചും ഈ അച്ചടക്കമില്ലാത്ത, വീട്ടിൽ പറഞ്ഞത് കേൾക്കാത്ത കുട്ടിയോട് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടി ചെയ്യുന്ന വികൃതി അതുപോലെ കുരുത്തക്കേടുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കണ്ടാൽ കാണാത്ത പോലെ നടിക്കുക. നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടി ചെയ്യുന്ന എന്തായാലും നന്മയില്ലാത്ത കുട്ടിയായിരിക്കുമല്ലോ, ചെറിയ നന്മയാണെങ്കിൽ ആ നന്മ നിങ്ങൾ എടുത്തു പറയുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിന് അഭിനന്ദനം നിങ്ങൾ അറിയിക്കുക, അതിന് നന്ദി അറിയിക്കുക, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ മാറ്റം വരും. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അംഗീകാരം തരുന്നുണ്ട്, എനിക്ക് ബഹുമാനം തരുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ആ ഒരു രീതിയിലേക്ക് വരികയും പതുക്കെ പതുക്കെ അവൻ്റെ കുരുത്തക്കേട് അനുസരണക്കേട് കുറയുകയും പൂർണ്ണമായും നല്ല അച്ചടക്കമുള്ളവരായി മാറും. സ്നേഹമുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഉമ്മമാര് ഒരു അധ്യാപകൻ ഒരു ഉസ്താദിനെ കണ്ടാൽ പറയും, ഉസ്താദെ പിന്നെ ടീച്ചറെ തീരെ പഠിക്കുന്നില്ല കേട്ടോ, തീരെ അനുസരണയില്ല കേട്ടോ, തീരെ ബഹുമാനമില്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. പബ്ലിക്കിൽ നമ്മളെ കുട്ടികളെ പ്രൈസ് ചെയ്യണം. എന്താ പറയേണ്ടത്? എൻ്റെ കുട്ടി എനിക്ക് ഇഷ്ടമാണ്, നല്ല മോനാണ്, അവനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും, അവന് ഉഷാറാകും, അവന് വളരാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കുട്ടിയോടും പറയുക. മോന് ഭാവിയിൽ വളരണം, ഉയരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ആ സ്വപ്നങ്ങൾ മകൻ വലിയ സ്ഥാനത്ത് എത്തണം എന്നുള്ളതാണ്, മോനിക്കത് കഴിയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ അവനിക്ക് പിന്നെ നല്ല വാക്കുകൾ കൊടുക്കുക. ചെറിയ കുട്ടികൾ നല്ല വസ്ത്രം ധരിച്ചാൽ നന്നായിട്ടുണ്ട്, നല്ല വസ്ത്രമാണല്ലോ, ചിത്രം വരച്ചാൽ നല്ല ചിത്രമാണല്ലോ, അവർ ചെറിയ ചെറിയ അടുക്കള പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുക, അംഗീകാരം കൊടുക്കുക. അങ്ങനെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ വാക്കുകൾക്ക്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെ ഇതുവരെ പ്രത്യേകിച്ച് കുരുത്തക്കേട് കാണിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടിയെ ഒന്ന് ഇരുത്തി അവനോട് മോനെ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, മോനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്, മോനിക്ക് എവിടെ പോകാനാണ് ഇഷ്ടം, മോനിക്ക് ഭാവിയിൽ എന്താകണം, മോനിക്ക് വാപ്പ എന്താണ് വാങ്ങിച്ചു തരേണ്ടത്, പിന്നെ അതുപോലെ സ്കൂളിൽ ഏത് അധ്യാപകനാണ് മോനിക്ക് ഇഷ്ടം, ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം, കൂട്ടുകാരുടെ പേര് എന്താണ്, അവരിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ആരാണ്. ഇങ്ങനെ കുട്ടികളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഭക്ഷണവും വസ്ത്രങ്ങളും സ്ഥലങ്ങളും ഇതൊക്കെ ചോദിക്കണം. അപ്പോഴാണ് കുട്ടി പൂർണ്ണമായി നമ്മുടെ ഒരു സ്നേഹത്തിലേക്ക് കുട്ടികൾ വരിക. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് വേർഡ്സ് ഓഫ് അഫർമേഷൻ, സ്നേഹത്തോടു കൂടെയുള്ള വാക്കുകൾ പറയുക കുട്ടികളോട്. രാവിലെ തൊട്ട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുക, ദേഷ്യം പിടിക്കുക, ചറവറ പറയുന്നത് നമ്മൾ ഒഴിവാക്കുക, സ്റ്റോപ്പ് ചെയ്യുക, കുട്ടികൾ നന്നാകും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് എന്ന് പറയുമ്പോൾ കേവലം ഒരു ബോഡിയിൽ സ്പർശിക്കുക എന്നുള്ളതല്ല, സ്നേഹത്തോടു കൂടിയല്ല, സന്ദർഭങ്ങളനുസരിച്ച് കുട്ടി ആവശ്യപ്പെടുന്ന ചില സന്ദർഭമുണ്ട്. ഇതും കൂടാൻ പാടില്ല. ചില കുട്ടികൾക്ക് കൂടുതൽ സ്പർശിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ചില കുട്ടികൾക്ക് അവരുടെ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാം എൻ്റെ ശരീരമാണ്, അതൊന്ന് സ്പർശിച്ച് കിട്ടണം. ആരെയും ഉമ്മയും ഉപ്പയും എന്നെ സ്നേഹിക്കുന്നവർ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം ആ കുട്ടികൾക്ക് നമ്മളിൽ കൂടുതൽ ആളുകളും ഒരു സ്കൂളിൽ ചേർക്കുന്നത് വരെ കുട്ടികൾക്ക് ചുംബനം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾ മുതിർന്നാൽ കല്യാണം കഴിച്ച് വിട്ടാലും മുതിർന്ന ആളുകളായാലും അവർക്ക് ചുംബനം കൊടുക്കണം. അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾക്കൊരു തലോടൽ കൊടുക്കണം, മുതുകത്ത് തട്ടണം, അതുപോലെ ഹാൻഡ് ഷേക്ക് കൊടുക്കണം, അതുപോലെ ഹഗ് ചെയ്യണം. കുട്ടികൾ ഉറങ്ങാൻ പോകുമ്പോൾ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടെ തലവാരി കൊടുക്കുക, വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുക, വേദനയായാൽ മരുന്ന് പുരട്ടി കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികളുടെ കൂടെ കളിക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ കൂടെ ഭക്ഷണം കഴിക്കുക, കുട്ടികളെ കൂടെ ഇരുന്ന് കഥ പറയുക. അതുപോലെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ കൂടെ ചെയ്യുക.
ഇതൊക്കെ അതുപോലെ പാർക്കിൽ പോയാൽ കുട്ടികളെ കൂടെ കളിക്കുക, സ്വിമ്മിങ് കുട്ടികളെ കൊണ്ടുപോയി നമ്മൾ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുരുത്തക്കെട്ട കുട്ടികൾ നന്നാകും. ഇതൊക്കെ ഞാൻ ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടി തന്നെ ഇ-ലേണിംഗ് ടെക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുകളിൽ നടത്തുന്നുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകൾ, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇത്തരത്തിൽ പരാതി പറയുന്ന രക്ഷിതാക്കൾ കൊടുത്ത തെറാപ്പി ഇതാണ്. ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുക, തീർച്ചയായും മാറ്റം വരും. മൂന്നാമത്തത്, നമ്മുടെ കുട്ടികൾ നല്ല അച്ചടക്കമുള്ളവരാവാൻ നമ്മൾ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് റിസീവിങ് ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ ചിലപ്പോൾ ചില വാക്കുകൾ സമ്മാനത്തെക്കാൾ വില പിടിപ്പുള്ളതായിരിക്കും. അത് തന്നെയാണ് ഒരു പ്രൈസ് ചെയ്യുക. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്താൽ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, പിന്നെ നിന്നെക്കൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമാണ്, കഴിഞ്ഞ പരീക്ഷയിൽ നീ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. തോറ്റ കുട്ടിയെ ഒരിക്കലും നമ്മൾ ശകാരിക്കുകയും പിന്നെ സമ്മർദ്ദം ചെലുത്തി അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. മോൻ ഇത്രയെങ്കിലും എടുത്തല്ലോ, ഇനി അടുത്ത പരീക്ഷയിൽ കുട്ടി നന്നായി പഠിച്ചാൽ കൂടുതൽ മാർക്ക് എടുക്കാൻ കഴിയും എന്ന രൂപത്തിൽ പറയണം. കുട്ടികൾ ചെറിയ ചെറിയ പണികൾ ചെയ്താൽ അവർക്ക് നമുക്ക് കഴിയുന്ന സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ആ സമ്മാനങ്ങൾ കുട്ടികൾക്ക് എടുക്കണേ സർപ്രൈസ് ആയി കൊടുക്കുക. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചറിഞ്ഞ് അത് നമ്മൾ അറിയാതെ കുട്ടിക്ക് കൊണ്ടുകൊടുക്കുക. കുട്ടിക്ക് ഇഷ്ടമുള്ള വസ്തുക്കളുണ്ട്, നമുക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്ന വസ്തുവാണെങ്കിൽ അത് അറിയാതെ നമ്മൾ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അതുപോലെ യാത്ര പോകുമ്പോൾ കുട്ടിക്ക് വേണ്ടത് എല്ലാവർക്കും വാങ്ങുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പറയും ഈ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിർത്താണ്, പിന്നെ ഈ കുട്ടിക്ക് വേണ്ടി ഇന്ന് യാത്ര പോവുകയാണ്. അങ്ങനെ കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായി പരിഗണിക്കണം. അതും നമ്മൾ മറന്നു പോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നാലാമത്തത്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ ക്വാളിറ്റി ടൈം അല്ല. അമ്മമാരൊക്കെ പറയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. ഉപ്പ പറയും കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, ജോലി ചെയ്യുന്നതും അധ്വാനിക്കുന്നതും. ഞങ്ങൾ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, നല്ല ഭക്ഷണം ധരിച്ചിട്ടില്ല, ഉറങ്ങാതെ കുറെ കാലമായി, കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ ഇതൊന്നും കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കുട്ടികളുടെ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ പറയുന്ന 5 ലാംഗ്വേജാണ്. അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കുട്ടികളിൽ. മറ്റു പല കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളോട്, അതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആണ് അതും ഉപകാരപ്പെടുക. അതുകൊണ്ട് ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ആവശ്യമുള്ള സമയങ്ങളുണ്ടാവും. കുട്ടിയുടെ കൂടെ ഒരു 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചിലവഴിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായി. ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് ആ കുട്ടിക്ക് ഹോംവർക്കുകളിലും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുക. അതുപോലെ കുട്ടിയോട് സംസാരിക്കുക കൂടെ ഇരുന്ന്. ഇങ്ങനെ നമ്മുടെ ക്വാളിറ്റി ടൈം കുട്ടിയുടെ കൂടെയും. അതുപോലെ പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഭാര്യമാരോട്, നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം, നമ്മൾ കാണിക്കുന്ന റെസ്പെക്റ്റ്, നമ്മുടെ ഉസ്താദന്മാരോട്, നമ്മുടെ അധ്യാപകരോട് നമ്മൾ പറയുന്ന, അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ, അത് കുട്ടികളിൽ ബഹുമാനം ഉണ്ടാക്കും. അവരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുട്ടി വീട്ടിലൊന്ന് പരാതി പറയും, എന്നെ അധ്യാപകൻ അടിച്ചു, അല്ലെങ്കിൽ എന്നെ ശകാരിച്ചു, ഉസ്താദ് എന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇയാൾക്ക് തന്നെയാണോ പണി, ഇതൊക്കെ തന്നെയാണ്, അയാൾ അങ്ങനെ തന്നെയാണ്, വൃത്തികെട്ടവനാണ്, അതൊക്കെയാണൊക്കെ പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ ബഹുമാനം പറ്റാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ട് കുട്ടികൾക്കെന്ന രൂപത്തിൽ അധ്യാപകനെയോ ഉസ്താദുമാരെയോ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകൾ ചെയ്യരുത്. നമ്മൾ അങ്ങനെ ഒരു അടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അധ്യാപകനുമായി നിരന്തരം നല്ല കോണ്ടാക്ട്, ബന്ധം സൂക്ഷിക്കുക. അധ്യാപകൻ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ കൃത്യമായ വശങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുട്ടിയുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. അത് വിദ്യാഭ്യാസ സ്ഥാപനത്തോടും സ്കൂളിനോടും പഠനത്തോടും കുട്ടിക്ക് താല്പര്യം കുറയാൻ കാരണമാകും. 5ാമത്തത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായും കുട്ടികൾ അച്ചടക്കമുള്ളവരാകാൻ വേണ്ടി, അനുസരണയുള്ളവരാകാൻ വേണ്ടി നമ്മൾ അവരോട് ഉപയോഗിക്കേണ്ട ഒരു ലവ് ലാംഗ്വേജ് ആണ് ആക്ട്സ് ഓഫ് സർവീസ്. കുട്ടികളെ കൂടെ അപ്പോൾ എക്സാം വരികയാണ് എങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനും അതിന് എഴുതാനും ഞാൻ പൊതുവെ പറയാറുണ്ട്. എക്സാമിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, കുട്ടി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, മോഡൽ പേപ്പറുകൾ കളക്ട് ചെയ്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പഠിച്ചതിന് ശേഷം കുട്ടിയെ കൊണ്ട് നമ്മൾ ഒരു എക്സാം, അതിൻ്റെ ഒരു മോഡൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കുട്ടിയെ കൊണ്ട് അടുത്ത വീട്ടിലെ കുട്ടിയും കൂട്ടി അവിടെ ഒരു എക്സാം രൂപത്തിൽ എഴുതിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ച് നമുക്കറിയാം വിട്ടുപോയ ആൻസർ ഉണ്ടെങ്കിൽ വീണ്ടും കുട്ടിയെ കൊണ്ട് നമ്മൾ ചോദിപ്പിച്ച് ക്ലിയർ ആക്കുക. അങ്ങനെ
ഓരോന്നും ചോദിച്ച് 100% പൂർത്തിയാകുന്നത് വരെ കുട്ടിക്ക് എഴുതാൻ വേണ്ടി എഴുത്ത് പരീക്ഷയാണെങ്കിൽ എഴുതി തന്നെ പരിശീലനം കൊടുക്കും. അങ്ങനെ കുട്ടിയെ കൂടെ എക്സാം പേപ്പർ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താനും ഹോംവർക്ക് ചെയ്യുമ്പോൾ കുട്ടിയെ കൂടെ സഹായത്തിന് നമ്മൾ കൂടെ കൂടുക. അതുപോലെ മറ്റുള്ള വീട്ടിൽ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ കുട്ടിയെ ബാഗ് പിടിക്കാൻ വേണ്ടിയും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബാഗ് വാങ്ങാൻ വേണ്ടിയും അങ്ങനെ ഷൂ ധരിക്കുമ്പോൾ ചിലപ്പോൾ പിടിക്കേണ്ടി വരും. അങ്ങനെ ഓരോ സമയത്തും കുട്ടിയുടെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുട്ടിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നതിന് പ്രശ്നമില്ല. എപ്പോഴും നമ്മൾ കൽപ്പിക്കുന്നവരാണ് കൂടുതലും. അത് കൊണ്ടുപോകാം, ഇത് കൊണ്ടുപോകാം, പിന്നെ ഇത് കൊണ്ടുപോയി അതിന് പകരം കുട്ടികൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുട്ടികളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എത്ര അനുസരണമില്ലാത്ത കുട്ടികളാണെങ്കിലും ഈ 5 ലവ് ലാംഗ്വേജ് നിങ്ങൾ കുട്ടികളിൽ അപ്ലൈ ചെയ്യുക, കൃത്യമായ രൂപത്തിൽ ചെയ്യുക. എത്ര അനുസരണമില്ലാത്ത കുട്ടിയാണെങ്കിലും എത്ര മോശമായ സ്വഭാവമുള്ള കുട്ടിയാണെങ്കിലും അവൻ നന്നായിരിക്കും, അവൻ അനുസരിച്ചിരിക്കും. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും മറന്നു പോകരുത്.